ഇന്നലെ പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്കു വേണ്ടിയാണ് മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിൽ അഡ്മിറ്റായത്. മണിക്കൂറുകൾ മാത്രം നീണ്ടുനിൽക്കുന്ന പ്രക്രിയയായിരുന്നു അത്. രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ. സാധാരണ കീമോതെറാപ്പി ചികിത്സയെന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടോൺ തെറാപ്പി എന്നാൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്നതിന് പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരു തരം റേഡിയേഷൻ തെറാപ്പിയാണ് പ്രോട്ടോൺ തെറാപ്പി. ഇത് ചുറ്റുമുള്ള ആരോഗ്യകരമായ ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റേതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ കുറവുമായിരിക്കും. മാത്രമല്ല, വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിൽക്കുന്ന ഈ തെറാപ്പിയുടെ ചെലവ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറവുമാണ്. 50 ലക്ഷം മുതൽ 55 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ചിലവ്. വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ ഏറെ വൈകി രാത്രിയോടെയാണ് മമ്മൂക്ക ആശുപത്രി വിട്ടത്. തെറാപ്പിക്ക് ശേഷം 2-3 മണിക്കൂറുകൾ ആശുപത്രിയിൽ തുടരേണ്ടി വന്നതിനാലാണ് വൈകിയത്. മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ലെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യനില സ്റ്റേബിൾ ആണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷമാണ് ഭാര്യ സുൽഫത്തിൻ്റെ കൈപിടിച്ച് മമ്മൂക്ക ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോയത്. ദുൽഖറും മകൾ സുറുമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദുമെല്ലാം ആശുപത്രിയിൽ മമ്മൂക്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മരുമകൻ പ്രോട്ടോൺ ചികിത്സാ വേളയിൽ ഉടനീളം അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നേരത്തെ തിങ്കളാഴ്ച പ്രോട്ടോൺ തെറാപ്പി ചെയ്യാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് ചെറുതായി പനി അനുഭവപ്പെട്ടതിനാൽ ചൂടൊന്ന് താഴ്ന്ന ശേഷം പ്രോട്ടോൺ തെറാപ്പി ചെയ്യാമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പനിയിൽ കുറവുണ്ടായതോടെയാണ് ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റേഡിയേഷൻ ചികിത്സയേക്കാൾ 10 മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചിലവുള്ളതുമായ ഈ പ്രോട്ടോൺ തെറാപ്പി ഇന്ത്യയിൽ തന്നെ നിലവിൽ ചെന്നൈയിലെ ഈ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേയുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞെങ്കിലും മമ്മൂട്ടി ഇനിയും വീട്ടിൽ വിശ്രമത്തിൽ തുടരണം. ഇനി 5 ആഴ്ചയോളം നീണ്ടുനിൽക്കുന്ന തുടർച്ചയായ പരിശോധനകളുണ്ട്. ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി രോഗമുക്തി നേടിയ ശേഷം മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താനാകൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രിയപ്പെട്ടവരും ആരാധകരുമെല്ലാം. മമ്മൂക്കയുടെ ആരോഗ്യ പരിചരണങ്ങളുമായി ഭാര്യയും മക്കളും മരുമക്കളുമെല്ലാം ചെന്നൈയിലെ വീട്ടിൽ തന്നെയുണ്ട്. ഇന്നലെ അദ്ദേഹത്തെ കാണാൻ നടൻ മോഹൻലാലും എത്തിയിരുന്നു. അതിനുശേഷം ചെന്നൈയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ മോഹൻലാലും പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് തിരിച്ചെത്തിയ മമ്മൂട്ടിയെ കാണുവാൻ എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.